എവറി എറ കംസ് ടു ആൻ എൻഡ്. 2026 ലോകകപ്പ് ഒരു തലമുറ മാറ്റത്തിൻ്റെ കൂടി വേദിയാണ്. മെസ്സിയും റൊണാൾഡോയും നെയ്മറും അങ്ങനെ ഒരുപറ്റം ഇതിഹാസങ്ങൾ വിശ്വവേദിയിൽ അവരുടെ അവസാന അംഗത്തിനായി ഒരുങ്ങുന്നു. ദ വൺ ലാസ്റ്റ് ഡാൻസ്. എന്നാൽ ഫുട്ബോൾ സാമ്രാജ്യം കീഴടക്കാൻ ഒരു പുതിയ തലമുറ കുതിച്ചു വരുന്നുണ്ട്. മെസ്സിയും റൊണാൾഡോയും അവരുടെ കരിയറുകൾ തുടങ്ങുമ്പോൾ ജനിച്ചിട്ട് പോലുമില്ലാത്ത, എന്നാൽ ഇന്ന് യൂറോപ്പിലെ വമ്പൻ ക്ലബ്ബുകൾക്കായി പന്ത് തട്ടുന്ന ഒരു യുവതലമുറ. ഇതിഹാസങ്ങളുടെ അവസാന പോരാട്ടങ്ങൾക്കൊപ്പം ഇവരുടെ കന്നി അംഗത്തിനും ഇക്കുറി നോർത്ത് അമേരിക്ക വേദിയാകാൻ പോകുന്നു. 2026 ലോകകപ്പിൽ കളം നിറയാൻ പോകുന്ന അണ്ടർ 21 താരങ്ങൾ ആരൊക്കെയാണ്? സ്പാനിഷ് ടീമിൻ്റെ പ്രതീക്ഷകൾ തോളിലേന്തി ലോകകപ്പിനെത്തുന്ന ലമീൻ യമാലിനെ കുറിച്ച് തന്നെ നമുക്ക് ആദ്യം പറയാം. പോയ 2 വർഷങ്ങളായി ബാഴ്സയുടെയും സ്പെയിനിൻ്റെയും വിജയങ്ങൾക്ക് ചുക്കാൻ പിടിച്ച 18-കാരൻ യൂറോപ്യൻ വേദികളിൽ തൻ്റെ പ്രകടനങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ട്. 2024 ലോകകപ്പിലെ ലമീൻ യമാൽ നിക്കോ വില്യംസ് കോംബോ ഏവർക്കും ഓർമ്മയുണ്ടാകും. വലത് വിങ്ങിലൂടെ മുന്നേറി എതിർ പ്രതിരോധങ്ങളെ തകർക്കുന്ന യമാലിൻ്റെ കാലുകളിലാകും ലാറോഹയുടെ മുഴുവൻ പ്രതീക്ഷയും. 45 മത്സരങ്ങളിൽ നിന്ന് 26 ഗോളും 18 അസിസ്റ്റുമാണ് യമാലിൻ്റെ കഴിഞ്ഞ സീസണിലെ റെക്കോർഡ്. പരിക്കുകളുടെ ആശങ്കയുണ്ടായിരുന്നെങ്കിലും യുവതാരം ആദ്യ മത്സരത്തിന് ഫുൾ ഫിറ്റാണെന്നും റെഡിയാണെന്നുമാണ് കഴിഞ്ഞ ദിവസം ലാ ഫ്യൂവൻ്റെ പറഞ്ഞു വെച്ചത്. സാക്ഷാൽ മിശിയെ കഴിഞ്ഞാൽ ആര് എന്ന പ്രധാന ചോദ്യമാകും അർജന്റീന ആരാധകർക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ നേരിടേണ്ടി വരിക. എന്നാൽ അതിനുള്ള ഉത്തരം ഇക്കുറി അവർക്ക് ലഭിച്ചേക്കാം. മെസ്സി ഒഴിഞ്ഞിടുന്ന ആ 10 നമ്പർ ജേഴ്സിക്കും ആ പ്ലേ മേക്കിംഗ് റോളിലേക്കും ഒരു പുതിയ അവകാശിയായി 21-കാരൻ നിക്കോ പാസിനെ നമുക്ക് പ്രതീക്ഷിക്കാം. പോയ വർഷം ഇറ്റാലിയൻ ലീഗിലെ മികച്ച മിഡ്ഫീൽഡർക്കുള്ള പുരസ്കാരം നേടിയ പാസ് കോമോയ്ക്ക് ആദ്യമായി ചാമ്പ്യൻസ് ലീഗ് യോഗ്യത നേടിക്കൊടുക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചു. ഒരു മോഡേൺ ഡേ നമ്പർ 10 ആയ താരം കഴിഞ്ഞ സീസണിൽ 13 ഗോളുകളും 8 അസിസ്റ്റും കുറിച്ചിട്ടുണ്ട്. സ്പെയിനിൽ ജനിച്ച് റയൽ മാഡ്രിഡ് അക്കാദമിയിലൂടെ കളി പഠിച്ച നിക്കോ പക്ഷേ തൻ്റെ പിതാവ് പാബ്ലോ പാസിനെ പോലെ ആൽബി സെലസ്റ്റൻ ജേഴ്സി അണിയാനാണ് തീരുമാനിച്ചത്. മാജിക്കൽ ഫസ്റ്റ് ടച്ചും മികച്ച സ്പീഡുമുള്ള താരം കൃത്യമായി ത്രൂ പാസുകൾ നൽകുന്നതിൽ വിദഗ്ധനാണ്. ഈ ലോകകപ്പിൽ എമർജിംഗ് പ്ലെയർ പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധ്യതയുള്ള താരങ്ങളിൽ ഒരാളാണ് ഈ 21-കാരൻ. കാനറികൾക്ക് മുണ്ട് പ്രതീക്ഷ വയ്ക്കാൻ 2 യുവ പ്രതിഭകൾ. ചെൽസി വിങ്ങർ എസ്റ്റാവോ വില്ലിൻ്റെ കുറവ് നികത്താനെത്തിയ ബോൺമത്ത് താരം റയാനും റയൽ മാഡ്രിഡിൻ്റെ പ്രതീക്ഷയായ എൻറിക്കും. ഇരുവർക്കും 19 വയസ്സ് മാത്രമാണ് പ്രായം. എൻറിക് നേരത്തെ തന്നെ കാനറി കുപ്പായത്തിൽ തൻ്റെ കഴിവ് തെളിയിച്ചതാണ്. കഴിഞ്ഞ കോപ്പ അമേരിക്കയിൽ കാനറികളുടെ മുന്നേറ്റത്തെ നയിക്കാൻ 19-കാരൻ മാത്രമാണ് ഉണ്ടായിരുന്നത്. പോയ വർഷം ആദ്യ പകുതി എൻറിക്കിന് ഫ്ലോപ്പായിരുന്നെങ്കിലും സെക്കൻഡ് ഹാഫ് ബ്ലോക്ക് ബസ്റ്ററാക്കി മാറ്റിയിട്ടുണ്ട്. ലോണിൽ ലിയോണിനായി കളിച്ചപ്പോൾ 22 മത്സരങ്ങളിൽ നിന്ന് 16 ഗോൾ സംഭാവനകളാണ് താരം നൽകിയത്. റയാനാകട്ടെ ജനുവരിയിൽ സെമേനയ്ക്ക് പകരക്കാരനായി ബോൺമത്തിലെത്തി 5 ഗോളും 2 അസിസ്റ്റും കുറിച്ചു. പനാമയ്ക്കെതിരെ മഞ്ഞ ജേഴ്സിയിൽ ആദ്യ ഗോൾ നേടി. ആദ്യ 11-ൽ ഇടം പിടിച്ചില്ലെങ്കിലും ബെഞ്ചിൽ നിന്ന് വന്ന് ഗോളുകൾ ചേർക്കാൻ ഇരുവർക്കും കെൽപ്പുണ്ട്. PSG-യുടെ ബാക്ക് ടു ബാക്ക് ചാമ്പ്യൻസ് ലീഗ് വിജയത്തിൽ ചുക്കാൻ പിടിച്ച മിഡ്ഫീൽഡ് ജനറൽ ജാവോ നെവസിനെ കുറിച്ചാണ് ഇനി പറയുന്നത്. പറങ്കിപ്പടയുടെ മധ്യനിരയിൽ ചരട് നീക്കങ്ങൾ നടത്താൻ ഈ 21-കാരനുമുണ്ട്. തൻ്റെ കന്നി ലോകകപ്പിനെത്തുന്ന നെവസ് PSG-ക്കൊപ്പം മറ്റൊരു അവിസ്മരണീയ സീസണിന് ശേഷമാണ് വരുന്നത്. ഫ്രഞ്ച് ലീഗും ചാമ്പ്യൻസ് ലീഗും നേടിയ താരം സീസണിൽ 7 ഗോളും 4 അസിസ്റ്റും നേടിയിട്ടുണ്ട്. ഒരു നമ്പർ 6-ആയി ഡിഫൻസീവ് റോളിൽ കളിക്കാനും ഒപ്പം നമ്പർ 8-ആയി ബോക്സ് ടു ബോക്സ് റോളിൽ കളിക്കാനും സാധിക്കുന്ന താരമാണ് ജാവോ നെവസ്. നിർണായക മത്സരങ്ങളിൽ പോർച്ചുഗലിനായും PSG-ക്കായും ഗോളുകൾ നേടാൻ കഴിഞ്ഞ സീസണിൽ താരത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ബ്രൂണോ, വിറ്റീനിയ ഒപ്പം ജാവോ നെവസ് കൂടി ചേരുമ്പോൾ ലോകകപ്പിലെ ഏറ്റവും മികച്ച മിഡ്ഫീൽഡ് ത്രയങ്ങളിലൊന്നാകും പോർച്ചുഗലിൻ്റേത്. ഫ്രാൻസിൻ്റെ സൂപ്പർ സ്റ്റാർ മുന്നേറ്റത്തിൽ എംബാപ്പയ്ക്കും ഡെംബലയ്ക്കും ബാർക്കോളയ്ക്കും ഒപ്പം 20-കാരൻ ഡിസൈറെ ഡുവേ കൂടിയുണ്ട്. കഴിഞ്ഞ വർഷത്തെ ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ ഇന്റർ മിലാനെതിരെ നേടിയ ഇരട്ട ഗോളിലൂടെയാണ് ഡുവേ ശരിക്കും വരവറിയിച്ചത്. നാച്ചുറൽ റൈറ്റ് വിങ്ങറാണെങ്കിലും ഫോൾസ് നയൻ ഉൾപ്പെടെ മുന്നേറ്റത്തിലെ ഏത് റോളിലും തിളങ്ങാൻ താരത്തിന് സാധിക്കും. ഏത് നിമിഷത്തിലും കളിയുടെ ഗതി മാറ്റാൻ കെൽപ്പുള്ള മറ്റൊരു മികച്ച അറ്റാക്കറെ കൂടി ഫ്രാൻസിന് ദുബൈയിലൂടെ ലഭിക്കും. PSG-ക്കായി മധ്യനിരയിൽ തിളങ്ങുന്ന 20-കാരൻ വാരൻ ജയർ എമറിയുടെ സാന്നിധ്യവും ഫ്രഞ്ച് പടയ്ക്കുണ്ട്. 22 വർഷത്തിന് ശേഷം ലോകകപ്പിലേക്ക് തിരികെ എത്തുന്ന തുർക്കിയും 2 യുവരത്നങ്ങളെ അമേരിക്കയിലേക്ക് തങ്ങളുടെ ഒപ്പം കൊണ്ടുവരുന്നുണ്ട്. 21-കാരായ അർദ ഗുലേറും കെനാൻ യിൽഡിസും. ESPN നൽകിയ റേറ്റിംഗ് പ്രകാരം ആദ്യ 10-ൽ 2 താരങ്ങളും ഇടം പിടിച്ചു. റയലിനായി ഗുലേറും യുവൻറ്റസിനായി യീൽഡിസും ശ്രദ്ധേയമായ പ്രകടനമാണ് കഴിഞ്ഞ സീസണിൽ കാഴ്ചവെച്ചത്. അറ്റാക്കിംഗ് ഇന്ത്യൻ വെച്ച് ഡ്രിബിൾ ചെയ്യാനും ഗോളുകൾ സ്കോർ ചെയ്യാനും കെൽപ്പുള്ള താരങ്ങൾ. യൂറോയിൽ ജോർജിയയ്ക്കെതിരെ ഗുലേർ നേടിയ ലോങ് റേഞ്ചർ ഗോൾ ഏവർക്കും ഓർമ്മയുണ്ടാകും. ഇംഗ്ലീഷ് പടയിലെ യുവ സാന്നിധ്യങ്ങളാണ് കോബി മനുവും നിക്കോ ഒറൈലിയും. ഇരുവരും 2 മാഞ്ചസ്റ്റർ ക്ലബ്ബുകൾക്കായി ശ്രദ്ധേയ പ്രകടനമാണ് കഴിഞ്ഞ സീസണിൽ കാഴ്ചവെച്ചത്. ജനുവരി വരെ ലോകകപ്പ് കളിക്കുമെന്ന ഒരു പ്രതീക്ഷയും ഉണ്ടായിരുന്നില്ല മൈനുവിന്. എന്നാൽ മൈക്കിൾ കാരിക്കിൻ്റെ വരവോടെ കാര്യങ്ങൾ മാറി മറിഞ്ഞു.
ജനുവരി മുതൽ യുണൈറ്റഡ് നടത്തിയ ഉയർത്തെഴുന്നേൽപ്പിൽ പ്രധാന പങ്കുവഹിച്ച ഒന്നാണ് മൈനു കാസമിറോ മധ്യനിരയിലെ സഖ്യം. അതുപോലുള്ള കോംബോ ഡെക്കാൻ റൈസുമായും ജോർദൻ ഹെൻഡേഴ്സണുമായോ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചാൽ ഇംഗ്ലണ്ടിന് വളരെയധികം ഗുണം ചെയ്യും. ഫുൾ ബാക്ക് പൊസിഷനിലായിരുന്നെങ്കിലും പോയ വർഷം സിറ്റിക്കായി നിർണായക മത്സരങ്ങളിൽ ഗോളുകൾ സ്കോർ ചെയ്യാൻ നിക്കോ അറേലിക്ക് സാധിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ സ്പാനിഷ് പ്രതിരോധ ഭടനായ പാവുക് ബാർസി, ജർമ്മനിയിൽ നാഗിൽസ്മാൻ്റെ വജ്രായുധമാകാൻ കെൽപ്പുള്ള ലെനാർഡ് കാൾ, ഐവറി കോസ്റ്റിൻ്റെ സ്റ്റാർ വിങ്ങർ യാൻ ഡിയോമാൻഡെ, നോർവേയുടെ ആന്റോണി നൂസോ, മൊറോക്കോയുടെ 18 വയസ്സുകാരൻ അയൂബ് ബോവോദി, സ്വീഡിഷ് സെൻസേഷൻ ലൂക്കസ് ബെർഗവാൾ തുടങ്ങി എണ്ണമറ്റ യുവ പ്രതിഭകളാണ് അമേരിക്കൻ മണ്ണിൽ കളം നിറഞ്ഞാടാനെത്തുന്നത്. ഇതിഹാസങ്ങളുടെ ലാസ്റ്റ് ചാൻസിനൊപ്പം യുവനിരയുടെ ഫസ്റ്റ് ചാൻസിനും നമ്മൾ സാക്ഷിയാകും. ആരുടെ പെർഫോമൻസിനാണ് നിങ്ങൾ കാത്തിരിക്കുന്നത്?